വെറും തട്ടിക്കൂട്ടാകരുത് അധ്യാപക പരിശീലനങ്ങൾ. കുറച്ച് സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടതല്ല അധ്യാപക പരിശീലനങ്ങൾ. അധ്യാപകരെ ബയോളജി പഠിപ്പിക്കാനും മാത്സ് പഠിപ്പിക്കാനും മാത്രം പഠിപ്പിച്ചാൽ പോരാ, അല്ലെങ്കിൽ അതിനു വേണ്ട ട്രെയിനിങ് ഓറിയൻറ്റേഷൻ മാത്രം പോരാ. കുട്ടികളെ പഠിക്കാനും കുട്ടികളെ മനസ്സിലാക്കാനും ഈ കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഉയരാനുമൊക്കെയുള്ള പരിശീലനങ്ങൾ അധ്യാപകർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾ അധ്യാപകരെ പറ്റിക്കുകയാണ്, കുട്ടികളെ പറ്റിക്കുകയാണ്, രാജ്യത്തെ തോൽപ്പിക്കുകയാണ്. അധ്യാപക പരിശീലനങ്ങൾ പലതും ഈ സബ്ജക്റ്റ് കേന്ദ്രീകൃതമായിട്ടാണ് ഇന്നും നടക്കുന്നത്. പലപ്പോഴും ഇത്തരം ട്രെയിനിങ്ങുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടും നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമില്ലാത്തത്, നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സബ്ജക്റ്റിൽ മാർക്കില്ലാത്തത്, നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് സബ്ജക്റ്റിലെ പേടികൾ മാറാത്തത്. അപ്പോൾ എത്ര നമ്മൾ സബ്ജക്റ്റിൽ ട്രെയിനിങ് കൊടുത്താലും ടീച്ചിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ അതിൻ്റെ ടോട്ടലായിട്ട് അധ്യാപകരിൽ നടക്കണമെങ്കിൽ സബ്ജക്റ്റിൽ എക്സ്പേർട്ടായാൽ മാത്രം പോരാ, കുട്ടികളിൽ എക്സ്പേർട്ടാകണം. നമുക്ക് കണക്കറിയാവുന്നുള്ളത് കൊണ്ട് നമുക്ക് കണക്കിൽ നല്ലൊരു അധ്യാപകനാകാൻ പറ്റണമെന്നില്ല. ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ഒരു അധ്യാപകനെ പരിചയപ്പെട്ടു. അദ്ദേഹം സ്വയം എന്നോട് പറഞ്ഞത്, ഞാനൊരു ഡൽഹി യൂണിവേഴ്സിറ്റി പ്രോഡക്റ്റാണ്, ഇവിടുത്തെ കുട്ടികളൊന്നും ഒരു മീഡിയോക്കറാണ്, വലിയ സ്റ്റാൻഡേർഡില്ല. അവിടെ തന്നെ അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞു. കാരണം തൻ്റെ സ്കൂളിലുള്ള കുട്ടികൾ താൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾ നിലവാരമില്ലാത്തവരാണ് എന്നും താൻ എന്തോ നിലവാരമുള്ള ആളാണെന്നും സ്വയം ചിന്തിക്കുന്ന ഒരു അധ്യാപകൻ എങ്ങനെയാണ് കുട്ടികളെ മനസ്സിലാക്കാനും അവരെ പഠിപ്പിക്കാനും കഴിയുക? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സബ്ജക്റ്റ് ട്രെയിനിങ് മാത്രം കൊണ്ട് നമുക്ക് അധ്യാപകരെ മികച്ചവരാക്കാൻ പറ്റില്ല. അധ്യാപകരുടെ പേഴ്സണാലിറ്റിയിൽ, അവരുടെ ആറ്റിറ്റ്യൂഡിൽ, അവരുടെ സ്കിൽസിൽ, അതിലൊക്കെ അപ്പുറമായിട്ട് അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ ഉയർന്നാൽ മാത്രമേ മികച്ച അധ്യാപകരെ, ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള അധ്യാപകരെ നമുക്ക് ഈ ലോകത്തിന് സംഭാവന ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ കണ്ണുകളിൽ അവൻ്റെ സിലബസ് കൂടെ നമുക്കറിയാൻ കഴിയണം, അവനെ മനസ്സിലാക്കാൻ കഴിയണം. അല്ലെങ്കിൽ ആ കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണ്, അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ പ്രതീക്ഷകളാണ് അവിടെ സെല്ല് ചെയ്യുന്നത്, ഹോപ്പ് ആണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രതീക്ഷകളാണ്, ആ കുട്ടികളുടെ പ്രതീക്ഷകളുണ്ട്, പേരൻസിൻ്റെ പ്രതീക്ഷകളുണ്ട്, വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അത് അധ്യാപകൻ്റെ മനസ്സിലിരിക്കുന്നത് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ എക്സ്പെക്റ്റേഷനിലേക്ക് നമ്മൾ ഡെലിവർ ചെയ്യുന്ന എഡ്യൂക്കേഷൻ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പോയി അത് ഫോളോ ചെയ്യുമ്പോഴാണ് അവിടെ വിദ്യാഭ്യാസം കൃത്യമായി നടക്കുന്നത്. അതിന് കുട്ടികളെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ മനസ്സിലാക്കണമെങ്കിൽ അവരെ നമുക്ക് ആദ്യം തന്നെ അവരിലൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ കഴിയണം. അതിന് ശേഷമാണ് അവരിലൊരു ഇൻസ്പിറേഷനൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പം കണക്ക് പഠിക്കാനുള്ള താല്പര്യം ഒരു കുഞ്ഞിൽ എത്തിക്കണമെങ്കിൽ പലപ്പോഴും അധ്യാപകനോടുള്ള താല്പര്യം ആദ്യം ആ കുട്ടിയിൽ സൃഷ്ടിക്കാനായിട്ട് കഴിയണം. ഒരു കുട്ടി ഹിസ്റ്ററി പഠിക്കുന്നത് പലപ്പോഴും ഹിസ്റ്ററിയോടുള്ള ആഗ്രഹം കൊണ്ടായിരിക്കത്തില്ല ആദ്യം. അത് തീർച്ചയായിട്ടും അധ്യാപകൻ്റെ ആ അവതരണത്തിലും അധ്യാപകൻ ആ ഹിസ്റ്ററിയെ ഏത് നിലവാരത്തിൽ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെയാണ് പതുക്കെ ഒരു കിൻഡിലിങ് ദ ജോയ് ഓഫ് ലേണിംഗ് എന്ന് പറയും, ഒരു പഠിക്കാനുള്ള ആഗ്രഹം കുട്ടികളിൽ നിറയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ്. പിന്നെ കുട്ടികൾ പലതരത്തിലുള്ള കുട്ടികളുണ്ട്. അടങ്ങിയിരിക്കുന്ന കുട്ടികളുണ്ട്, അടങ്ങിയിരിക്കാത്ത കുട്ടികളുണ്ട്, ആവശ്യമുള്ളവരുണ്ട്, ആവശ്യമില്ലാത്തവരുണ്ട്, പഠിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്, താല്പര്യം ഒത്തിരി ഉള്ളവരുണ്ട്. ഇവരെ ഒന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ ഈ കുട്ടികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാണെന്നും ഇവരെല്ലാം വിദ്യാർത്ഥികളാണെന്നും ഇവരെല്ലാം റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ളതും തിരിച്ചറിയുന്നിടത്താണ് ഒരു അധ്യാപകൻ ഉയർന്നു നിൽക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഒരു നല്ല അധ്യാപകനാകുന്നത്? അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അവർ വ്യത്യസ്തമായിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അവരുടെ എല്ലാം മെൻ്റൽ മേക്കപ്പും ഫിസിക്കൽ മേക്കപ്പും എല്ലാം വ്യത്യാസമാണ്. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നത് ഒരേ അന്തരീക്ഷവും ഒരേ സാഹചര്യങ്ങളും ഒരേ ജെനറ്റിക്സും ഒന്നുമല്ല. അപ്പോൾ കുട്ടികളെല്ലാം വ്യത്യസ്തമായിരിക്കും. അതൊരു ഗാർഡൻ പോലെയാണ്, വ്യത്യസ്തമായ പൂക്കൾ നിൽക്കുന്നൊരു ഗാർഡൻ. അതിലെ എല്ലാ പൂക്കൾക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട്, അതിൻ്റേതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്.
അതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു ക്ലാസ്, അതെല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഒരു വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അധ്യാപകൻ, പലരും കുറച്ച് മിടുക്കരെ എടുത്തങ്ങ് പഠിപ്പിച്ച് മുമ്പോട്ട് പോവുകയും ബാക്കിയുള്ളവരെ ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് രീതിയാണ്. അതല്ല വേണ്ടത്. വളരെ ഇൻക്ലൂസീവായിട്ട് ആ അവസാനത്തെ കുട്ടിയെ വരെ, ഒട്ടും താല്പര്യമില്ലാത്തവനെ വരെ, പഠിത്തത്തിൽ താല്പര്യമില്ലെങ്കിലും ആ പ്രക്രിയയിലൊരു താല്പര്യം സൃഷ്ടിച്ച്, അല്ലെങ്കിൽ ആ പരസ്പരമുള്ള ഒരു ബഹുമാനത്തിലും ബന്ധത്തിലും ഒരു താല്പര്യം നിലനിർത്തി അവനെയും അതിനകത്ത് ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ നല്ലൊരു അധ്യാപകനാകുന്നത്. അതിന് അധ്യാപകരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അധ്യാപകരുടെ പേഴ്സണാലിറ്റിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ക്ലാസ്സുകളിലൊക്കെ നോക്കുമ്പോൾ ക്ലാസ്സുകളൊക്കെ വളരെ ഡള്ളാണ്. കാരണം ജനറലി ഇന്നത്തെ കുട്ടികൾ ഈ വെർച്വൽ ലോകത്തൊക്കെ ഒരുപാട് വ്യാപരിക്കുന്ന കുട്ടികൾ പൊതുവേ എനർജി കുറഞ്ഞ ഡള്ളായിട്ടുള്ള കുട്ടികളാണ്. അവർ ക്ലാസ്സിൽ വന്ന് വളരെ ടയേർഡായിട്ടിരിക്കുമ്പോൾ അധ്യാപകൻ വളരെ എന്തൂസിയാസും സ്പിരിറ്റും എനർജിയുള്ള ആളായിരിക്കണം. വോയിസ് മോഡുലേഷൻ കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടും എക്സ്പ്രഷൻസ് കൊണ്ടും ഇമോഷൻസ് കൊണ്ടും ഒക്കെ ആ ക്ലാസ്സിൻ്റെ ഊർജ്ജത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളും അതിൽ വളരെ ഗ്ലൂഡായിട്ടിരിക്കും, അതിൽ വളരെ ശ്രദ്ധിച്ചിരിക്കും. ആ പ്രക്രിയയിൽ അവരുണ്ടായിരിക്കും. എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതല്ല, ആ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അവർ സജീവമാണോ, അവർ അതിനകത്ത് ഉൾക്കൊണ്ട് പോകുന്നുണ്ടോ, അവരതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അവർ പങ്കാളികളാണോ, അത്രയും മതി. ബാക്കിയൊക്കെ ഓരോ കുട്ടിക്കും എല്ലാ കുട്ടികളും ഒരിടത്ത് പോകാനുള്ളവരല്ലല്ലോ. എല്ലാ കുട്ടികളും ഒരു ലക്ഷ്യത്തിലേക്ക് പോയാൽ തന്നെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെല്ലാം വ്യത്യസ്തമായ മേഖലകളിലേക്ക് പോട്ടെ, പക്ഷേ ആ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ അവർക്ക് കിട്ടുന്ന അറിവുകൾ, അതിലൂടെ കിട്ടുന്ന സംസ്കാരം, അതിലൂടെ കിട്ടുന്ന ഒരു ക്യാരക്ടർ, അതിലൂടെ കിട്ടുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ചില ഡിസിപ്ലിൻസ്, ഇതെല്ലാം അവരിൽ സൃഷ്ടിച്ചെടുക്കാൻ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമാക്കി ഒരു വിദ്യാഭ്യാസ പ്രക്രിയയെ കൊണ്ടുപോകാൻ ഒരു അധ്യാപകൻ ഒരുപാട് ഉയരേണ്ടതായിട്ടുണ്ട്. അധ്യാപകൻ്റെ വ്യക്തിത്വത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വളരെ എക്സലൻ്റ് ആയിരിക്കണം. വളരെ വളരെ ആരോഗ്യപരമായ ഒരു ഡെലിവറി കൃത്യമായി ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം. മുഖത്തെ സന്തോഷവും ചിരിയും താല്പര്യവും എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും അത്ഭുതമായിരിക്കും ക്ലാസ്സുകൾ, ഒരു സംശയവുമില്ല.